എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രൊഡക്റ്റ് സെഷനാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഈ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള, ഇതിനോടൊരു പാഷൻ ഉള്ള നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സോമൻ ചേട്ടനാണ്. വളരെ ബഹുമാനത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി സോമൻ ചേട്ടനെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു സോമേട്ടൻ. സോമേട്ടൻ മ്യൂട്ടാണ്. സോമേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ആണ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും, നമ്മുടെ വിനോദ് സാറിനും, അവർ വഴി ധാരാളം അതിഥികൾ എത്തിയിട്ടുണ്ട്, പുതിയ പുതിയ ആൾക്കാർ. എന്താണ് ഈ IMC, അതിന്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ അറിയാനായിട്ടുള്ള ഒരു എന്താ പറയാ ക്യൂരിയോസിറ്റിയോട് കൂടി എത്തിയിട്ടുള്ള എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ അധികം മുഖവരൊന്നും പറയാതെ നേരെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം 1 മണിക്കൂറേ ഉള്ളു. ആ 1 മണിക്കൂർ കൊണ്ട് ഒരു 10 പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. നിങ്ങളെല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി എഴുതാനുള്ള ബുക്കോ പേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യത്തോടു കൂടി ഇരിക്കുക. ആദ്യത്തെ ഒരു വരി, ഒരു മുഖവരിയായിട്ട് പറഞ്ഞിട്ട് ആരംഭിക്കാം. രോഗം വന്നാൽ, ഇനി എന്നെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, പുതിയ ആളുകൾക്ക് വേണ്ടി പറയാം. ഞാൻ ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റം, എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റം. എനിക്ക് ഇവിടുന്ന് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ 10 മിനിറ്റ് മതി എറണാകുളം സെന്ററിലേക്ക് എത്താനായിട്ട്. അത്രയേ ഉള്ളൂ ദൂരം. ഭാര്യ, 3 കുട്ടികൾ, മൂത്തതും ഇളയതും ആൺകുട്ടികൾ, നടുക്കൊരു പെൺകുട്ടി. കഴിഞ്ഞ കുറച്ച് നാളായി ഞാൻ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. കുറച്ചധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതെങ്കിലും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകാതെ വന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് IMC ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ നമ്മുടെ വിനോദ് സാറ് എന്നെ പരിചയപ്പെടുത്തിയത്. മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. സാർ ഒരു മോശം കാര്യം ചെയ്യില്ല എന്ന് എനിക്കൊരു ഉത്തമ ബോധ്യം. അങ്ങനെ ഞാൻ ഈ ആശയത്തെ സ്വീകരിച്ചിട്ട് ഇന്ന് 26-ഉം 10-36-5 41 ദിവസമായിട്ടുള്ള അത്യുജ്വലമായ രീതിയിൽ, പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള രീതിയിൽ, നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്റെ ഭാഗമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. ആദ്യത്തെ പോയിന്റ് ഇത്രേ ഉള്ളൂ. രോഗം വന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഹോസ്പിറ്റലാണ്. എങ്ങനത്തെ രോഗം എന്ന് ഉദ്ദേശിക്കുന്നത് മാരകമായിട്ടുള്ളത്. സാധാരണഗതിയിലുള്ളതിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ രോഗം വന്നാൽ ഹോസ്പിറ്റൽ, അത് മാറ്റാനായിട്ട് രോഗികൾക്കുള്ളതാണത്. അതോടൊപ്പം മറ്റു പല ഇൻഗ്രീഡിയന്റുകളും ഉണ്ട്. ഇതേപോലെയാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ, അതായത് കടക്കിണി മാറ്റണമെങ്കിൽ, ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ചിവിടെ വന്നിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ച് നോക്കിയപ്പോ ബിഗ് സീറോ ആയിരിക്കും ഭൂരിഭാഗം ആളുകൾക്ക്. വളരെ കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ എന്തായാലും ബാലൻസ് ഷീറ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വാഹനങ്ങളെല്ലാം യൂബർ കൊണ്ടുപോയി. രാജ്യത്തുള്ള കെട്ടിടമെല്ലാം ഓയോ റൂംസ് കൊണ്ടുപോയി. കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളും കുറച്ച് FMCGയും ആമസോണും ഫ്ലിപ്കാർട്ടും കൂടെ കൊണ്ടുപോയി. ഇനി ആകെ കൊണ്ടുപോകാനുള്ളത് ഒരേ ഒരു കാറ്റഗറി മാത്രമേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സിന്തറ്റിക് അല്ലെങ്കിൽ അത് കലരാത്ത ഓർഗാനിക് ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന FMCG ഉൽപ്പന്നങ്ങളും അത് മാത്രമേ കൊണ്ടുപോകാത്തുള്ളൂ. അത് കൊണ്ടുപോകാതെ ഇരിക്കാൻ നമ്മളാൽ കഴിയാവുന്ന ശക്തമായ ഒരു കടന്നുകയറ്റം ഈ മേഖലയിലേക്ക് ഉണ്ടാക്കണം. അതിന് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് IMC.
ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കമ്പനി, ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വരി പറഞ്ഞത് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇനി ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രസന്റേഷൻ ആണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലം വരെ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരു പാർട്ട്ണറാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിനെ നമ്മൾ ആരോഗ്യകരമായ രീതിയിൽ നമ്മൾ പരിപാലിച്ചാൽ അതിനകത്ത് നമുക്ക് ശക്തമായ ഒരു മനസ്സിനെ വളർത്തിയെടുക്കാൻ പറ്റും. മറിച്ച് ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ മനസ്സിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. ആ ശരീരത്തിന്റെ ആരോഗ്യം വളർത്തിയെടുക്കാൻ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിലൊറ്റ പോയിന്റാണ്, ഡോക്ടറിന്റെ നിലനിൽപ്പ് രോഗികളാണെങ്കിൽ, പോലീസിന്റെ നിലനിൽപ്പ് കള്ളനാണെങ്കിൽ, അഡ്വക്കേറ്റിന്റെ നിലനിൽപ്പ് ക്രിമിനൽസ് ആണെങ്കിൽ, നമ്മുടെ നിലനിൽപ്പ് ആരാണ്? വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മളുടെ നിലനിൽപ്പ് നമ്മൾ തന്നെയാണ്. നമ്മളെ തിരിച്ചറിഞ്ഞാൽ മതി. നമുക്ക് മറ്റാരും വേണ്ട, മറ്റൊരാൾ വേണ്ട. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറി നമ്മുടെ ആരോഗ്യം ബിൽഡ് ചെയ്യാനായിട്ട്, നമ്മളെ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് IMC-യിൽ നമ്മുടെ വിനോദ് സാറ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രൊഡക്റ്റിന്റെ ക്ലാസ്സും പറയുന്നത്. ഇതിനുവേണ്ടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത് ലോക പ്രശസ്തനായ ഒരു ന്യൂറോളജി സർജൻ, യൂറോ സർജൻ, അദ്ദേഹത്തിന്റെ പേര് ദീപക് ചോപ്ര എന്നാണ്. അദ്ദേഹം ഭാരതീയനാണ്. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് US-ലാണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ഏജ്ലെസ് ബോഡി ആൻഡ് ടൈംലെസ് മൈൻഡ്. ആ ബുക്കിൽ പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യമൊന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ വന്നൊരു കുതിച്ചുചാട്ടം നമ്മുടെ ആരോഗ്യത്തിലും സമ്പന്നതയിലും സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? പ്രായമാകുന്നത് ഒരു രോഗമല്ല, അതൊരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. പ്രായമായത് കൊണ്ട് ഒരാളും മരിക്കുന്നില്ല. മരിക്കുന്നതിന്റെ കാരണം എന്താണ്? രോഗങ്ങൾ വരുന്നതിന്റെ കാരണം കൊണ്ടാണ്. രോഗം വരാനുള്ള കാരണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സമീകൃത ആഹാരം ലഭിക്കുന്നില്ല, ന്യൂട്രീഷണൽ ഫുഡ് ലഭിക്കുന്നില്ല. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തമാണ്. വളരെ ഉള്ളിന്റെ ഉള്ളിൽ തറഞ്ഞു കയറുന്ന, ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റ് ചെയ്യാൻ, ആരോഗ്യം ഫിറ്റാക്കാൻ ഇതിലും വല്ല ഒരു അറിവ് അറിയില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് കടന്നു ചെല്ലേണ്ടത്? ന്യൂട്രീഷണൽ ഫുഡ് കടന്നു ചെല്ലണം. പക്ഷെ നമ്മുടെ മുദ്രാവാക്യം എന്താണ്? വാക്ക് രുചിയും വയർ നിറയും, വാക്ക് രുചിയും വയർ നിറയും. ഈ 4 ഇഞ്ചിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ നാക്കിന്റെ 4 ഇഞ്ച്. ആക്ച്വലി അതാണോ വേണ്ടത്? ഇവിടെ കഴിക്കുന്ന ആഹാരത്തിൽ അത് സമീകൃതമാണോ? അദ്ദേഹം പറയുന്നത് നമ്മുടെ എൻവയറോൺമെന്റ്, ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കണം. അതേപോലെ നമ്മുടെ മനസ്സിന്റെ സ്ട്രെസ് മാറാൻ യോഗയൊക്കെ ദിവസവും പരിശീലിക്കണം. അതേപോലെ ബോഡിയിലുള്ള കാലാകാലങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിനെ റിമൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറവാണ്, ആന്റി ഓക്സിഡന്റ് അത് ധാരാളം കഴിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കത്തക്ക രീതിയിലുള്ള 7 തരം ന്യൂട്രീഷണൽ ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ നമ്മുടെ ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യാം, പ്രായമാകുന്നതിനെ കുറച്ചെടുക്കാം. അങ്ങനെ വന്നാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബയോളജിക്കൽ പൊട്ടൻഷ്യൽ ലൈഫ്, അതായത് നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 130 വയസ്സ് വരെ നമുക്ക് ജീവിച്ചിരിക്കാം. ആരാ പറഞ്ഞത്? ദീപക് ചോപ്ര, വേൾഡ് ഫേമസ് ന്യൂറോ സർജൻ. സാക്ഷാൽ ഈശ്വരൻ പറയുന്നതിന് തുല്യമാണത്. അങ്ങനെയെങ്കിൽ 130 വയസ്സിന്റെ സ്ഥാനത്ത് 70 വയസ്സുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മിഡിൽ ഏജ് ആണ്, യുവത്വമാണ്. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള
137 വരും. ഹൃദയത്തിലേക്ക് പതിക്കേണ്ട, ഞാൻ അടക്കം പതിക്കേണ്ട ഒരു യഥാർത്ഥ പെനിട്രേഷൻ വേർഡാണിത്. 70 വയസ്സെന്ന് പറഞ്ഞ് മൂടി നരച്ചു എന്നും പറഞ്ഞു. നമ്മൾ പ്രായമായിട്ടില്ല പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ യുവത്വമാണ്. പ്രൊവൈഡഡ് ന്യൂട്രീഷണൽ ആഹാരം കഴിച്ചാൽ പൈസയുടെ ചെലവൊന്നുമില്ല. ഞാനത് വിശദീകരിക്കാം. സാര പൈസ ചെലവാക്കിയാൽ മതി. പക്ഷെ ഈ നോളജ് നമുക്കില്ല. ഈ നോളജ് നമുക്ക് വന്നത്, എനിക്ക് കിട്ടിയത് IMC വന്നപ്പോഴാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പുതിയ ആളുകൾക്ക് ഈ ഇന്നത്തെ മീറ്റിംഗിൽ കയറുമ്പോഴാണ്. ഇതിനിടയ്ക്ക് ഒരു സംഭവമുണ്ട്. ആവർത്തനം വിരസതയെ ക്ഷണിച്ചു വരുത്തും എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴയ ആൾക്കാർ പറയുന്നുണ്ട്, ഒരു പാട്ട് 50 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ വിരസത വരും. ഒരു ഭക്ഷണം എപ്പോഴും കഴിച്ചാൽ വിരസത വരും. പ്രിയപ്പെട്ടവര്, ആ കാലം കഴിഞ്ഞു. ആ പഴഞ്ചൊല്ലോ ആ ഒരു നോളജോ അത് പോയി. പക്ഷെ ഇപ്പോൾ ആവർത്തനം വിരസതയെ ക്ഷണിച്ചല്ല വരുത്തുന്നത്, സുഖത്തെ ക്ഷണിച്ചു വരുത്തും. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ വീടിന്റെ വാതിക്കല് ഒരു ഡോറുള്ളതായിട്ട് സങ്കല്പിക്കാം. ആ ഡോറിന്റെ ഹിഞ്ചസ്, വിരാവരി തുരുമ്പ് പിടിച്ച് അനങ്ങാതിരിക്കുന്നത്. ഈ ഡോർ നിങ്ങൾക്ക് തുറക്കണം. അതിനപ്പുറത്ത് എന്താ ഉള്ളത്? നിങ്ങളുടെ ജീവിതത്തിന്റെ സമ്പന്നതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ സംഭവവും അവിടെ അപ്പുറത്തുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ ഈ ഡോർ തുറക്കുകയോ? തുറക്കും. പക്ഷേ ഡോർ തുറയണില്ല. ഒരുപാട് പേര് വന്നു, പല പണി നടത്തി, ഡോർ തുറയണില്ല. ഒരു വിദ്വാൻ വന്നു, എന്ത് ചെയ്തു? അദ്ദേഹം ആ ഹിഞ്ചസിന്റെ അടുത്ത് കുറച്ച് ഓയിലിട്ട് ഒരു ചെറിയ ആമർ വെച്ച് പതിയെ പതിയെ അടിച്ച് പതിയെ പതിയെ ഇളക്കി, പതിയെ പതിയെ അവിടെ ഒരു വെടവി സ്ക്രൂ ഡ്രൈവർ ഇട്ട് പതിയെ പതിയെ ഒന്ന് തിരിച്ചു. ഇങ്ങനെ ഇളക്കി 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 പിന്നെ അടിച്ചു, ഓയിലിട്ട് ഇളക്കി ഇളക്കി, ഓയിലിട്ട് ഇളക്കി, ഓയിലിട്ട് ഇളക്കി, ആവർത്തനം ആവർത്തനം ആവർത്തനം, ഇളക്കി 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 ഇളക്കി. കുറെ കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? വാതിൽ തുറന്നു. ആവർത്തനം ഇവിടെ വിരസതയാണോ ക്ഷണിച്ചു വരുത്തിയത്? ചിന്തിക്കണം. ആവർത്തനം ഇവിടെ സുഖത്തെയാണ് ക്ഷണിച്ചു വരുത്തിയത്. നമ്മൾ ഓയിലിടലും അടിക്കലും ഇളക്കലും, ഓയിലിടലും അടിക്കലും ഇളക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുനാഥന്റെ ബിസിനസിന്റെ ട്രെയിനിങ് പ്രോഗ്രാമും അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിലുള്ള ട്രെയിനിങ് ക്ലാസ്സുകളുമാണ്. അത് ആവർത്തിച്ച് 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 കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ അറിയാണ്ട് തന്നെ സുഖത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലേക്ക് എത്തിയിരിക്കും. ഇത് സാന്ദർഭികമായിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ആരംഭത്തിലായിരുന്നു പറയേണ്ടത്, ഇടയ്ക്കാണ് ആ കാര്യം ഓർത്തത്. ഇനി എന്താ ചെയ്യേണ്ടത്? യുവത്വമാണ് നമ്മൾ. 70 വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ യുവത്വമാണ്. 66കാരനാണ് ഈ പറയുന്നത്. 4 വയസ്സുള്ള എനിക്ക് ആ 70ലേക്ക് എത്താൻ. എന്റെ ഉള്ളിൽ ഇപ്പോഴും യുവത്വമാണ്. അപ്പൊ ദീപക് ചോപ്ര അദ്ദേഹം നമുക്ക് നമ്മുടെ ലൈഫിന്റെ എക്സ്പെക്ടൻസി അത് പ്രൊലോങ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഏജിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ അദ്ദേഹം തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സമീകൃതമായ ആഹാരം നമ്മൾ കഴിക്കണം. എന്തൊക്കെ കഴിക്കണം? ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കണം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യത്തിൽ കൂടുതലാണ്. അത് പതിയെ അതിന്റെ അളവ് കുറയ്ക്കണം ചെറുതായിട്ട്. മൂന്നാമത്തെ എന്താണ്? നല്ല കൊഴുപ്പ് നമ്മൾ കഴിക്കുക. നാലാമത്തത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള പ്രോട്ടീൻ കഴിക്കണം. അടുത്തത് വൈറ്റമിൻസ്, മിനറൽസ്, സിന്തറ്റിക് അല്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ് നമ്മൾ കഴിക്കണം. ആന്റി ഓക്സിഡന്റ് കഴിക്കണം. ഡീടോക്സിഫൈ, ഫ്ലഷ് ഔട്ട്, അഴുക്കിനെ പുറന്തള്ളുന്ന ഉൽപ്പന്നങ്ങൾ കഴിക്കണം. ഒപ്പം തന്നെ എല്ലുകൾക്കും നമ്മുടെ പല്ലുകൾക്കും അതുപോലെ ഹൃദയത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള കാൽസ്യവും അതോടൊപ്പം സ്പൈറലിന, സൂപ്പർ ഫുഡ് ആയിട്ടുള്ള ഒരു 10 ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ നമ്മുടെ ആ വാർദ്ധക്യത്തെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ ആ കാര്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിൽ ഒന്നാമത്താണ് വാട്ടർ, ആൽക്കലിൻ വാട്ടർ. ഇന്ന് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ 2 പുതിയ പ്രോഡക്റ്റ് പറയുന്നത് കൊണ്ട് അതിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിനെ പതിയെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. എന്താണ്? അന്നജം ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. അത് കുറച്ച് അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, കുറച്ച് കുറയ്ക്കുക ക്വാണ്ടിറ്റി. മൂന്നാമത്തെ ലിപ്പിഡ്സ്. എന്താണ് ഈ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ? omega 3, 6, 9 ഫാറ്റി ആസിഡ്.
ഇത് നമ്മുടെ ശരീരത്തിൽ ദിവസവും ചെല്ലണം. എന്താണ് ഇതിന്റെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിൽഡിങ്ങിനെ ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ ആ ഇഷ്ടികയ്ക്ക്, കല്ലിന് ബലം കൊടുക്കുന്നത് ആരാണ്? അതിന്റെ 4-6 വശത്തുള്ള പരിക്കനാണ്, സിമെന്റ് പരിക്കനാണ് അതിന് കൊടുക്കുന്നത്. എന്ന കണക്ക് നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകൾക്ക് ബലം കൊടുക്കുന്നത് സെല്ലിന് ചുറ്റിനുള്ള റിസർവോയർ അല്ലെങ്കിൽ സെല്ലിന് ചുറ്റിനുമുള്ള സിമെന്റ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഫിഷ് ഓയിൽ, ഇതിനകത്ത് സിന്തറ്റിക് കടന്നിട്ടില്ല. ഇത് ഓർഗാനിക് ആണത്, ഹെർബലാണത്. ഇങ്ങനെയുള്ള സാധനമാണ് നമ്മുടെ ദേഹത്ത് ചെല്ലേണ്ടത്. പക്ഷെ ഇന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ശരീരത്തിന് വേണ്ടാത്ത കൊഴുപ്പ്. ആ കൊഴുപ്പ് ചെന്നാൽ എന്ത് സംഭവിക്കും? സെല്ലുകളെല്ലാം റിജിഡായി പോവും. സെല്ലുകളിലേക്ക് എന്ത് ചെല്ലൂല? ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും സെല്ലിലേക്ക് എത്തൂല. ആ സെല്ലിന്റെ ഇപ്പുറത്ത് വെച്ച് നിന്നു പോകും. സെല്ലിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, 369 ഫാറ്റി ആസിഡ്, പരിശുദ്ധമായ ആ കൊഴുപ്പ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വന്നിരിക്കുന്ന ആ വൈറ്റമിൻസും മിനറൽസും സെല്ലിലേക്ക് എത്തുള്ളൂ. സെല്ലിലേക്ക് എത്തുമ്പോഴാണ് നമ്മളുടെ ആരോഗ്യം ഡെവലപ്പ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ശരീരത്തിൽ ഏത് ഫാറ്റി ആസിഡ് ആണോ അതൊന്നും നമ്മൾ നോക്കണ്ട. ഇന്ന് മുതൽ നമ്മൾ ഒമേഗ 369 IMCയില് ഈ ഫാറ്റി ആസിഡ് കഴിക്കാൻ ചെന്നാൽ മറ്റവൻ പതിയെ പതിയെ പടിയിറങ്ങി പോയിക്കോളും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര രൂപ നമ്മൾ ഇതിന് ചെലവാക്കണം? കേവലം വെറും 17 രൂപയുടെ ആവശ്യമുള്ളൂ. ഒരു ദിവസം ഒരു കുപ്പി വെള്ളത്തിന്റെ പൈസ പോലും ആയില്ല. ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ബോൺ, ഐ, അതുകൊണ്ടാണ്ട് കൊളസ്ട്രോൾ ലെവൽ ബാലൻസ് ചെയ്യും. ഫിഷ് ഓയിലാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. ഇതിന്റെ മാക്സിമം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള മൈക്രോ ബയോളജിക്കലായിട്ടുള്ള ആ ഒരു അവസ്ഥയെ ബാലൻസ് ചെയ്യും. ലിവറിന് നല്ല ഹെൽത്ത് ഉണ്ടാക്കി കൊടുക്കും. എനർജിയുടെ റിസർവോയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഒമേഗ 369 ഫാറ്റി ആസിഡ് വഴി നമ്മുടെ ശരീരത്തിൽ ലഭിക്കേണ്ടത്. ഈ ഒരു അറിവിന്റെ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണ്? 130 ഏജ്. 60-50 വയസ്സാവുമ്പോ രോഗിയായി നമ്മുടെ ജീവിതം കളഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോവേണ്ടി വരില്ല. അതിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒമേഗ 369 ഫാറ്റി ആസിഡ്. അടുത്ത പ്രൊഡക്റ്റ് ആണ് ഹെർബൽ പ്രോട്ടീവോൺ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മീൻ, മുട്ട, പാല്, മാംസാദികൾ നമ്മൾ കഴിക്കും, പയറുവർഗ്ഗങ്ങൾ കഴിക്കും. നമ്മുടെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് ലഭിച്ചു എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? അതെല്ലാം പ്രോസസ് ചെയ്താണ് കഴിക്കുന്നത്, വേവിച്ച്, വറുത്ത്, കരിച്ച്. അങ്ങനെ ചെയ്യുമ്പോ അതിന്റെ ന്യൂട്രിയന്റ് വാല്യൂ എല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് അത് ന്യൂട്രിയന്റ് വാല്യൂ നഷ്ടപ്പെടാത്ത ഹെർബൽ പ്രോഡക്റ്റ് ആണ്. എന്തൊക്കെയാണ് ഹെർബൽ പ്രോഡക്റ്റ്? അലോവേരയുടെ എക്സ്ട്രാക്ട്, കറ്റാർവാഴയുടെ എക്സ്ട്രാക്ട്, ഹിമാലയൻ ബെറി, അശ്വഗന്ധ, ശിലാജിത്ത്, ശതാവരി, വിതരിക, വേ പ്രോട്ടീൻ ആൻഡ് പീ പ്രോട്ടീൻ, പാലും പയർവർഗത്തിലുള്ള പ്രോട്ടീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രോട്ടീൻ പൗഡർ അതിട്ട് വെള്ളമോ പാലോ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കട്ട പോലെ കിടക്കും. കുറെ നേരം വേണം അത് കലക്കി 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 ഒന്നും ഡൈല്യൂട്ട് ആക്കാൻ. നമ്മുടെ IMCയുടെ പ്രോട്ടീൻ പൗഡറിനുള്ള ഒരു പ്രത്യേകത പറയാം. വെരി റിഫൈൻഡ് ആണ്. ഇട്ടിട്ട് 2 ഇളക്കിളക്കിയാൽ മതി. ആ പാലും അല്ല വെള്ളവും കൂടി വളരെ റിഫൈൻഡ് ആയി ലയിച്ചു. കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വാനില ഫ്ലേവർ ആണ്, അതുപോലെ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രോഡക്റ്റ് ഉണ്ട്, ജിമ്മുകാർക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. അങ്ങനെ 4 തരം പ്രോട്ടീൻ പൗഡറാണ് നമ്മുടെ IMCയിലുള്ളത്. ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്?
ശരീരത്തിൽ മസിൽ വരും, സെല്ലുകൾ വളരും. സെല്ല് വളർന്നാൽ മാത്രമേ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവൂ. ഒരുപാട് പേർക്ക് സെല്ലില്ല, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ഇല്ല. 1 കിലോഗ്രാമിന് 1 ഗ്രാമാണ് കഴിക്കേണ്ടത് നമുക്കൊക്കെ. എന്നാൽ ഗർഭിണികൾ എത്ര കഴിക്കണം? 1.5 ഗ്രാം കഴിക്കണം. നിങ്ങൾ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞാൽ 5 മാസം വരെ ഒരു ഡോക്ടറിനോട് ചോദിക്കണ്ട. 5ാമത്തെ മാസം നിങ്ങളുടെ വെയിറ്റ് എടുത്ത് നോക്കുമ്പോ പരിധിയിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഡോക്ടറിനോട് പറയുക, അവര് പറഞ്ഞോളൂ നിർത്താൻ. അപ്പൊ 1 കിലോത്തിന് 1.5 ഗ്രാം കഴിക്കണമെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര കഴിക്കണം? 1.25 ഗ്രാം കഴിക്കണം. 1 കിലോയ്ക്ക് 1.25 ഗ്രാം. ഇതാണ് പ്രോട്ടീന്റെ നമ്മുടെ സ്ട്രക്ചറിലുള്ള മെഷർമെന്റ്, അളവ്. 20 ഗ്രാം പ്രോട്ടീൻ എടുക്കുക. രാവിലെയും കഴിക്കാം, വൈകിട്ടും കഴിക്കാം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് സെറ്റപ്പ് ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ രാവിലെയും വൈകിട്ടും കഴിക്കൂ. അല്ലാത്തവരെ സംബന്ധിച്ച് രാവിലെയെങ്കിലും 20 ഗ്രാം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ആഹാരത്തോടൊപ്പം കഴിക്കാം. ഇതിന്റെ ബെനിഫിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബോഡി മസിൽ ബിൽഡാകും. സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുടെ സങ്കീർണതയാണ് അവർക്ക്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, ആ സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ, ആ സ്ത്രീയുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എല്ലാവർക്കും അറിയാം. ഞാൻ കാണുന്ന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അവരുടെ മാറിടമാണ്. ആ മാറിടം വേണ്ട രീതിയിലുള്ള ആ ഒരു സ്ട്രക്ചർ അതിനില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആ മസിൽ അവിടെ ഇല്ലെങ്കിൽ കാണാൻ ഒരു ഗ്ലാമർ ഉണ്ടാവില്ല അവരെ. അപ്പൊ നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ കഴിച്ച് ശരീരത്തിൽ മസിൽ വരുമ്പോൾ നിങ്ങളുടെ ആ കാണാനുള്ള ഗ്ലാമർ, ആ സ്ത്രീത്വം, ആ മനോഹാരിത, ആ സൗന്ദര്യം, അതെല്ലാം ജനറേറ്റ് ചെയ്തോളൂ. അതുകൊണ്ട് സ്ത്രീകളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണു, ഒരാൾ പോലും കഴിക്കാതിരിക്കരുത്. ആകെ എന്താ വരുന്നത്? ഒരു 30 രൂപയുടെ ചെലവുള്ള ഒരു ദിവസം. നിങ്ങൾക്കറിയാം, 500 രൂപ എടുത്തു മാറ്റിയാൽ എന്തിനുണ്ട്? 1 മണിക്കൂർ കഴിയുമ്പോ പൈസ തീർന്നു. ആ കാലഘട്ടമാണ് ഇപ്പോ. അപ്പോൾ ഹെർബൽ പ്രോട്ടീൻ പൗഡർ, ഇതിനകത്ത് സിന്തറ്റിക് ആയിട്ടുള്ള ഒന്നും തന്നെയില്ല. ഇത് കഴിച്ചാലുള്ള ഗുണം എന്താണ്? 85% പ്രോട്ടീനും നമ്മുടെ ഉള്ളിലോട്ട് കിട്ടും. കാരണം ഇത് പ്രോസസ് ചെയ്യുന്നില്ല. മറിച്ച് സാധാരണ കോഴി, ബീഫ്, അതേപോലെയുള്ള മീന്, മുട്ട എല്ലാം കഴിക്കുമ്പോൾ അത് പ്രോസസ് ചെയ്യും. പ്രോസസ് ചെയ്യുമ്പോൾ ന്യൂട്രിയന്റ് വാല്യൂ പോയാൽ എന്ത് പറ്റും? 85% അത് കൊഴുപ്പായി പോകും. ബാക്കി 15% മാത്രമേ പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് നമ്മളെ അലട്ടുന്ന ഏറ്റവും മുഖ്യമായ പ്രശ്നം. അത് പരിഹരിക്കാൻ നമുക്ക് IMCയുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിച്ച് അങ്ങനെ 2ാമത്തെ പ്രോഡക്റ്റിലേക്ക് കടന്നു വന്നു. 3ാമത്തതാണ് ഡെയിലി ഡയറ്റ്. എന്താണ് ഈ ഡെയിലി ഡയറ്റ്? നമ്മുടെ ശരീരത്തിൽ ധാരാളം അപചയ പ്രവർത്തനങ്ങൾ നടക്കും. നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മുടെ ഹൃദയം അടിക്കണം, ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നടക്കണം, ആഹാരത്തെ ദഹിപ്പിക്കണം. ഇതൊക്കെ ആരാ ചെയ്യണത്? നമ്മൾ കഴിച്ച ആഹാരത്തിലുള്ള ആ വൈറ്റമിൻസും മിനറൽസും ആണ്. അത് ചെയ്യുന്നില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എത്ര പേര് പ്രിയപ്പെട്ടവരെ ഇത് കഴിക്കുന്നുണ്ട്? ആലോചിച്ച് നോക്ക്. നമ്മുടെ കുട്ടികൾ ഇന്ന് പച്ചക്കറി കഴിക്കുന്നുണ്ടോ? ഈ സാധനങ്ങളൊക്കെ എവിടുന്നേ കിട്ടുള്ളൂ? പച്ചയായ പച്ചക്കറിയിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നുമാണ് കിട്ടുന്നത്. അത് കിട്ടുന്നില്ലെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫാമിലിനെ ഇൻവോൾവ് ചെയ്യിക്കണം ഈ മേഖലയിലേക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികള് കലാകാരങ്ങളുള്ള ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഈ ജീവിതത്തെ ജീവനെ യോഗ്യമാക്കി മാറ്റണമെങ്കിൽ, ആരോഗ്യമുള്ളതാക്കി മാറ്റണമെങ്കിൽ, സമ്പത്തുള്ളതാക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഈ ഇതുപോലെയുള്ള വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ദിവസവും ആഹാരത്തിൽ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രോട്ടീനും ഈ വൈറ്റമിൻസും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇത് അന്നന്ന് കഴിക്കണം. ഇന്ന് കഴിച്ചില്ലെങ്കിൽ പോയി. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള ആ ന്യൂട്രിയന്റിനെ അബ്സോർപ്ഷൻ നടത്തണമെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് എന്തുണ്ടാവണം? ആ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ചെറുകുടലിലൂടെ ഈ ദഹിച്ച ആഹാരം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഈ ന്യൂട്രിയന്റിനെ
അബ്സോർഷൻ നടത്തി ബ്ലഡിലേക്ക് കൊടുത്ത് അതുവഴി ലിവറിലേക്ക് കൊടുത്ത് അവിടെ വെച്ച് രണ്ടായിട്ട് തരംതിരിച്ചു. അഴുക്കിനെ കിഡ്നിയിലേക്ക് വിടും, ആ ന്യൂട്രിയന്റിനെ എങ്ങോട്ട് വിടും? ഗോൾ ബ്ലാഡറിലേക്ക് വിടും. ഗോൾ ബ്ലാഡർ ആന്തരിക അവയവങ്ങൾ ശരീരത്തെ എല്ലായിടത്തേക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പ്രോട്ടീൻ കഴിച്ചാൽ എന്താണ് അവിടെ പ്രത്യേകത? ഹീമോഗ്ലോബിന്റെ പ്രവർത്തനങ്ങൾ നടക്കും. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആ വെജിറ്റബിൾസ് കടന്ന് ആ ന്യൂട്രിയന്റ് എത്തിക്കും. അപ്പൊ അത് എത്തിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ടാകും? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ടാകും. അതിന് ഡെയിലി ഡയറ്റ് ടാബ്ലറ്റ്. അതോടൊപ്പം തന്നെ ഇപ്പൊ കാലാവസ്ഥ വളരെ മോശമായ കാലാവസ്ഥയാണ്. ധാരാളം മഴ പെയ്തു, ഇഷ്ടംപോലെ ഈ ഇലകൾ ചീഞ്ഞ്, അറവുശാല, പശുത്തൊഴുത്ത്, അതുപോലെ സെപ്റ്റി ടാങ്ക് എല്ലാത്തിനും ധാരാളം. ടൗണിലുണ്ടാവില്ല ഇത്. ടൗണിൽ ഇതിനേക്കാൾ വേറെ ഒരു സംഭവമാണ്, കാളയാണ് നിറച്ച്. അവിടെയുണ്ട് ഈ മലിനം. ഇടയ്ക്കൊരു വെയിൽ വരും. വെയിൽ വരുമ്പോൾ എന്ത് പറ്റും? ഈ അഴുക്ക് കംപ്ലീറ്റ് ഇവോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ശ്വസിച്ച് മാരക രോഗത്തിലേക്ക് അടിമപ്പെടും. അങ്ങനെ അതിലേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇമ്മ്യൂൺ 20X. ഇത് ഡെയിലി ഡയറ്റ്. ഇത് ഇമ്മ്യൂൺ 20X. സീസണലായിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് മഴക്കാലം കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കേണ്ട. ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിധപ്പെട്ട രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് കോവിഡ്, ചുമ, പനി, അതേപോലുള്ള ഒറ്റ പ്രശ്നങ്ങളൊന്നും കണ്ടാവില്ല. ഇതിനാകെ ചിലവുള്ള എത്ര ഉള്ളു? 6 രൂപയോ 9 രൂപയൊക്കെ ഉള്ളു. വളരെ അത്ഭുതകരമാണ് ഇത് കേൾക്കുമ്പോ. ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, ഈശ്വര ഇതൊക്കെ നേരത്തെ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഒരു IMC വേണ്ടി വന്നു നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇന്ന് തന്നെ ഉറച്ചൊരു തീരുമാനം എടുക്കണം. എന്റെ ഡെയിലി ഉള്ള ഡയറ്റിനകത്ത് ഈ ഡെയിലി ഡയറ്റ് ഒക്കെ ഉൾപ്പെടുത്തണം. അതേപോലെ ഇമ്മ്യൂൺ 20X ഉപയോഗിക്കണം. എപ്പോഴാ കഴിക്കേണ്ടത്? രാവിലെ കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോ, രണ്ടും ഓരോന്ന് കഴിക്കുക. ഡെയിലി ഡയറ്റ് ഇമ്മ്യൂൺ 20X കഴിക്കുക. ഇപ്പൊ എന്തൊക്കെയായി? നമ്മള് omega-3 69 ഫാറ്റി ആസിഡ് എടുത്തു, പ്രോട്ടീൻ 1 എടുത്തു, ഹെർബൽ പ്രോട്ടീൻ 1 എടുത്തു, ഡെയിലി ഡയറ്റ് നമ്മൾ എടുത്തു. അതോടൊപ്പം തന്നെ നമ്മള് ഇമ്മ്യൂൺ 20X എടുത്തു. അടുത്തതാണ് ഗോമൂത്ര. സാധനം അകത്തിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിട്ടുപോയി. നിങ്ങൾ സങ്കല്പിക്കൂ, ഇതാണ് ഗോമൂത്ര എന്ന് വിചാരിക്കും. ഒരു സെക്കൻഡ്. അപ്പൊ ഉടനെ വരും ഗോമൂത്ര. അപ്പൊ ആ ഗോമൂത്രയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, 100 തരം രോഗങ്ങൾ മാറാൻ ആയുർവേദത്തിലെ ഒരു ഒറ്റമൂലിയാണ് ഗോമൂത്ര. ഉണ്ടോ? 100 തരം രോഗങ്ങൾ മാറാൻ ആയുർവേദത്തിലുള്ള ഒരു ഒറ്റമുറിയാണ് എന്ത്? ഗോമൂത്ര. ഇത് തന്നെ സംഭവം, ഒരു ഒറ്റമൂലിയാണിത്. നമ്മുടെ മനസ്സിൽ ഗോമൂത്ര എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? പശുമൂത്രം ഒഴിക്കുന്നതായിട്ടാണ്. പ്രിയപ്പെട്ടവര്, അതല്ല. ഇത് കേട്ടവരാരും തന്നെ ഇതിനെ ഒഴിവാക്കിയിട്ടില്ല. അത്രയും മനോഹരമാണ്, അത്രയും റിസൾട്ട് ഓറിയന്റഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇതിന്റെ ഇൻഗ്രീഡിയന്റ് ഗോമൂത്രവും തുളസിയും ഏലക്കയും മാത്രമേ ഉള്ളൂ. ഇത് സെലക്ട് ചെയ്യുന്നത് ഇൻഫെക്ഷൻ ഇല്ലാത്ത പശുക്കളെ എടുത്ത്, കാസർഗോഡ് കുള്ളൻ, വെച്ചൂർ പശു, ഗിർ പശുക്കൾ, അതേപോലുള്ള പശുക്കളെ എടുത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മൂത്രം എടുത്ത് അത് ഡിസ്റ്റിൽ ചെയ്തിട്ട് അതിനെ എന്താ പറഞ്ഞത്, വാറ്റിയെടുത്തിട്ടുള്ള എസൻസ് ആണ് ഇതിനകത്തുള്ളത്. 15 ml എടുത്ത് 50 ml വെള്ളം ചേർത്ത് പ്രഭാതത്തിൽ വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കാൻ ആരംഭിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞാൽ, കാലാകാലങ്ങളിലായി അടിഞ്ഞുകൂടി കിടക്കുന്ന ശരീരത്തിലെ അഴുക്കുകൾ, എവിടുത്തത് വരെ? ബ്ലഡില്, സെല്ലുകളിൽ, ടിഷ്യൂകളിൽ, മജ്ജയിൽ, ബ്രെയിനിൽ അടക്കമുള്ള അഴുക്കുകളൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ വീടിന്റെ വാതിക്കെ എറണാകുളത്ത് ഇറക്കുമ്പോ പെട്ടെന്ന് ഫീൽ ആകുന്നത് കാണാം. എന്തോ ഒരു ദുർഗന്ധമാണ്. ഒരു വീട്ടിൽ അതിഥിയായിട്ട് നമ്മൾ ചെന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്താൽ എന്ത് സംഭവിക്കോടെ? നീരൊഴുക്ക് കൂടും. അതുപോലെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അഴുക്കുള്ള സ്ഥലമാണ് ഇവിടെ അടുക്കള. എലി, പാറ്റ, വന്യജീവികളല്ല, ക്ഷുദ്രജീവികൾ എല്ലാം വരുന്ന ഒരു സ്ഥലമാണ് അടുക്കളയുടെ ഭാഗം. അവിടെയൊക്കെ ഒന്ന് വൃത്തിയാണെങ്കിലോ ഇത് മനോഹരമാണ്. ഇതുപോലെയാണ് നമ്മുടെ ഉള്ള്. ധാരാളം അഴുക്ക് കെട്ടിക്കിടക്കുന്നുണ്ട്.
കാലാകാലങ്ങളിൽ കഴിച്ചിട്ടുള്ളത്. അതിനെയെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പ്രകൃതി ഇണക്കിയ, ഈശ്വരൻ ഇറക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഗോമൂത്ര. കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ കിട്ടും ഇത്, ഔഷധിയിൽ ലഭിക്കും ഇത്. എല്ലാ പ്രശസ്തമായിട്ടുള്ള ആയുർവേദ ഔഷധാലയം ലഭിക്കും. പക്ഷെ ഇത് കിട്ടൂല, അത് ട്രഡീഷണൽ ആണത്. ഇത് ന്യൂ ജനറേഷൻ ടെക്നോളജി ആണത്. എന്താണ് ഇതിന്റെ ന്യൂട്രിയന്റ് വാല്യൂ പോകാതെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കണതാണ്. അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് കൂടുതലാണ് IMC-യുടെ. അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉള്ള ഗുണങ്ങൾ? നമ്മുടെ ശരീരത്തിലെ വാത, പിത്ത, കഫ ബാലൻസ് ആകും. ആയുർവേദത്തിൽ ഒരാള് ഡോക്ടറിന്റെ അടുത്ത് ചെന്നാൽ രോഗമല്ല അവർ കാണുന്നത്, ഇംഗ്ലീഷ് മരുന്നിലാണ് രോഗം കാണുന്നത്. ഒരാൾ ചെന്നാൽ ക്യാൻസർ, തൈറോയ്ഡ്, വെരിക്കോസ്, ആസ്മ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, ഇതേപോലെ രോഗമാണ് അവിടെ കാണുന്നത്. പക്ഷെ ആയുർവേദ ഡോക്ടർ രോഗമല്ല കാണുന്നത്, രോഗിനെയാണ് കാണുന്നത്. രോഗി തൽക്കാലത്തേക്ക് ഒരു വികൃതമായിരിക്കുവാണ്, പക്ഷെ അയാൾ നേരത്തെ സ്വപ്രകൃതത്തിലായിരുന്നു. ഇത്തിരി അങ്ങോട്ട് അനാരോഗ്യത്തിലേക്ക് പോയിട്ടുണ്ട്. അയാളെ തിരിച്ചു കൊണ്ടുവരും. എങ്ങനെ? വാത, പിത്ത, കഫ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അയാള് ആരോഗ്യത്തിലേക്ക് എത്തും. അതിനാദ്യത്തെ പണിയാണ് എന്ത്? വയറിളക്കല്. അതിനുള്ള മരുന്ന് കഞ്ഞി കൊടുക്കും. അതിന് പകരം നമുക്ക് നമ്മൾ ഡോക്ടറെ കാണാതെ നമ്മുടെ വീട്ടിൽ 15 ml കഴിച്ച് ദിവസവും ചെയ്യാം. നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ശരീരം ഫ്രഷായി, മൈൻഡ് ഫ്രഷായി, സന്തോഷം വരും, അങ്ങോട്ട് സമ്പത്ത് വരുന്ന കടന്നുകൂടും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ടോക്സിനെ ഫ്ലഷ് ഔട്ട് ചെയ്തു. അതുവഴി എന്ത് സംഭവിച്ചു? നമ്മുടെ ലിവർ ഹെൽത്ത് ആകും. എന്താ കാര്യം? ആ അബ്സോർപ്ഷൻ റേറ്റിംഗ് കൂടാൻ തുടങ്ങും, ലിവർ ഹെൽത്ത് ആകാൻ തുടങ്ങും. നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി, പ്ലേറ്റ്ലെറ്റുകളൊക്കെ നന്നാകാൻ തുടങ്ങും. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ എന്തെല്ലാം നേട്ടങ്ങളാണ് ഇത് കൂടാതെ നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. വേദന, ശരീരത്തിൽ പല പല എത്ര മരുന്ന് വെച്ചിട്ട് മാറാത്ത ചില വേദനകളുണ്ട്. ഇതുകൂടാതെ വായുവിന്റെ കോപം, വയറു വീർക്കല്, സ്ത്രീകളെ സംബന്ധിച്ച് സിസ്റ്റ്, PCOD, പിന്നെ വീർപ്പുമുട്ടൽ, എപ്പോഴും വീർപ്പുമുട്ടൽ, ശരീരത്തിൽ ചൊറി, ചെറിയ ചെറിയ കൂമ്പൽ, കണ്ണ് സംബന്ധമായ രോഗങ്ങൾ, മുഖത്തിന് കുരുവും പാലുണ്ണി, സ്കിന്നിന് ഡിസോർഡർ, നിറവ്യത്യാസം. ഒരാളെ ഞാൻ 2 മാസത്തിന് മുമ്പ് ഇട്ടപ്പോ നന്നായിട്ട് വെളുത്തിരിക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ കരി പോലെ ഇരിക്കുന്ന ആളെ ബോഡി കംപ്ലീറ്റ്. മലബന്ധം, അകാരണമായിട്ടുള്ള ഭയം, മാനസികമായ രോഗങ്ങൾ, ആമവാദം, പിന്നെയോ ചെസ്റ്റ് അലർജി, ബ്രോങ്കോറ്റിസം, ക്യാൻസർ, എപ്പോഴും ചുമച്ചു കഫം, നീർക്കെട്ടല്, സ്വെല്ലിങ്, ജോയിന്റിന് വേദന, മഞ്ഞപ്പിത്തം, ഇതേപോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കും. അന്നതിനെ പടിപടിയായിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങോട്ട് ഒരു ബോട്ടിൽ കഴിക്കുമ്പോ തന്നെ മാറില്ല പ്രിയപ്പെട്ടവരെ. കുറെ കാലങ്ങൾ കൊണ്ട് മരുന്ന് കഴിച്ച് കയ്യിൽ കിട്ടുന്നതൊക്കെ കഴിച്ച് ശരീരം എന്ന് പറഞ്ഞാൽ എന്താണത്? ഒരു കെമിക്കൽ ഫാക്ടറിയാണ് ഇപ്പോൾ. ആ ഫാക്ടറിയിലേക്ക് ഇത് ഒരു കുപ്പി ചെന്നാൽ മാറുമോ പെട്ടെന്ന്? പതിയെ പതിയെ കുറച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോ പ്രകടമായ മാറ്റം വരാൻ തുടങ്ങും. എന്തായിരിക്കും മാറ്റം? കവിളിലൊക്കെ തുടുപ്പ്, മുഖത്ത് പുഞ്ചിരി, ദേഹത്തിന് ആ യുവത്വം. ഇതൊക്കെ ആ ദീപക് ചോപ്ര പറഞ്ഞ കാര്യം ഓർക്കുക. ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിനെ റിമൂവ് ചെയ്താൽ നിങ്ങളുടെ ഏജിങ്ങിനെ റിവേഴ്സ് ചെയ്യാം. നിങ്ങളെ കണ്ട ചെറുപ്പമായിട്ട് തോന്നിക്കും, നല്ല ഉണർവുണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾ എപ്പോഴും അലർട്ടഡ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നിങ്ങളെ കാണാൻ കൊതി വരും എല്ലാവർക്കും. നിങ്ങളുടെ സാമീപ്യം, നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ ഇപ്പൊ പോകല്ലേ എന്നായിരിക്കും അവരുടെ ഉള്ളിൽ. കുറച്ചു നേരം കൂടി ഇരിക്കുക ചേട്ടാ, അല്ലെ ചേച്ചി, കുറച്ചു നേരം കൂടി ഇരിക്കുക. കുറെ നാളായി ഞാൻ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ട്. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിൽ അഴുക്കില്ല. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
അടുത്തതാണ് ഹിമാലയൻ ബെറി. കണ്ടല്ലോ, തീർന്ന് ഇന്നിവിടെ കഴിക്കാനുള്ളൂ. അടുത്തത് പൊട്ടിക്കണം. ബോട്ടിൽ കണക്കിന് മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ സത്യം അറിഞ്ഞപ്പോൾ ഹിമാലയൻ ബെറി എന്താണിത്? ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റ് എന്തിനു കഴിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ. നമ്മൾ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം, ഞാൻ ദിവസവും 7:30 മണിക്ക് ആഹാരം കഴിക്കും. ഇന്നും 7:30 മണിക്ക് കഴിച്ചിരിക്കും. 11 മണിക്ക് കിടന്നുറങ്ങുന്നു. അപ്പൊ ഈ ആഹാരം കംപ്ലീറ്റ് ദഹിച്ചതിന് ശേഷമാണ് കിടന്ന് ഉറങ്ങേണ്ടത്. നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഉദരത്തിൽ ധാരാളം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള ഏകദേശം ഒരു 133 പേരിൽ ഒരു 125 പേരും അവർ നേരത്തെ ആഹാരം കഴിക്കുന്നവരായിരിക്കും, ശരീരത്തിനെ സംരക്ഷിക്കുന്നവരായിരിക്കും. എങ്കിൽ പോലും അവരിത് കഴിക്കാൻ കാരണം എന്താണ്? ഇനി രോഗം വരാതിരിക്കാൻ നമ്മൾ പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിരുദ്ധ ആഹാരങ്ങൾ കഴിച്ചു, അതുപോലെ തന്നെ വേണ്ടാത്ത ആഹാരങ്ങളും കഴിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി, ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് പെട്ടെന്ന് ഉറങ്ങല്, ഇങ്ങനെ പല പല രീതിയിലൂടെ നമ്മുടെ ഉള്ളിൽ ചെന്നിരിക്കുന്ന ആഹാരം സമയബന്ധിതമായിട്ട് ദഹിക്കൂല. ടൈം ബൗണ്ട് ഡൈജഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും, ധാരാളം അണുബാധ ഉണ്ടാകും അവിടെ. ആ ഫ്രീ റാഡിക്കൽസ് അവിടെ ഉണ്ടാകാതിരിക്കാൻ എന്ത് വേണം? ആന്റി ഓക്സിഡന്റ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഈ പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തില് നമ്മളെ നശിപ്പിക്കത്തക്ക കുറെ അധികം ബാക്ടീരിയ, വൈറസ്, ജേംസിനെയൊക്കെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് അവിടെ നിന്ന് പുറന്തള്ളി ആ ആരോഗ്യത്തിനെ സുരക്ഷിതമായിട്ട് സംരക്ഷിക്കാൻ നമ്മുടെ ഹിമാലയൻ ബെറി, ലേ ലഡാക്ക്, ഹിമാലയം പോലെയുള്ള സ്ഥലത്താണ് ഇത് ഉണ്ടാവുന്നത്. -40, 30 മുതൽ 40 വരെ ഡിഗ്രിയിലാണ് ഇത് വളരുന്നത്. ഇതിന്റെ പൂവും അതിന്റെ ഇലയും അതിന്റെ മൊട്ടും അതിന്റെ പഴവും എല്ലാം കൂടി ജ്യൂസ് അടിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ ഹിമാലയൻ ബെറി. ആ ഹിമാലയൻ ബെറി കഴിക്കാൻ, അതുവഴി നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചെടുക്കാൻ, ആരോഗ്യം വർദ്ധിപ്പിച്ചെടുക്കാൻ ഏറ്റവും ഫലപ്രദമാണ് നമ്മുടെ ഹിമാലയൻ ബെറി. ഇതിന്റെ ചേരുവ എത്ര ഉള്ളൂ? ഹിമാലയൻ ബെറി മാത്രമേ ഉള്ളൂ. ബെനിഫിറ്റ് എന്താണ്? വൈറ്റമിൻ സി, ധാരാളം വൈറ്റമിൻ സിയുടെ കലവറയാണ്. നെല്ലിക്കയുടെ 20 ഇരട്ടിയുണ്ട്. ബോഡിയിൽ ഓക്സിജനെ കൂട്ടും. അവിടെ ആ ആന്റി ഓക്സിഡന്റ് എന്നുള്ള പ്രവർത്തന തത്വം, അതായത് ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാണ്ടാക്കും. വൈറ്റമിൻ എ, B1, B2, C, 25 മിനറൽസ്, 18 അമിനോ ആസിഡ്, ഇതെല്ലാം കൂടെ കൂടി നമ്മുടെ ഏജിങ്ങിനെ സ്ലോ ആക്കി കളയും. അതായത് ലൈഫ് ലോങ്ങർ ആയി മാറ്റും നമ്മളെ. അതുവഴി നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്? രോഗമില്ലാത്ത സ്വസ്ഥമായിട്ടുള്ള ഒരു നല്ലൊരു ജീവിതം നമുക്ക് കിട്ടും. ഇതിന് എത്ര രൂപയാണ്? ഇതോടൊപ്പം മറ്റൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട്, അതും കൂടെ കൂട്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. അതിന്റെ പേരാണ് എന്താണ്? അലോവേര, കറ്റാർവാഴ. നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന കറ്റാർവാഴ അല്ല കേട്ടോ ഇത്. കറ്റാർവാഴ 100 ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും ഗ്രേഡ് കൂടിയത്. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ ഒരു രാജാവും രാജ്ഞിയുണ്ട്. രാജാവിന്റെ പേരാണ് കറ്റാർവാഴ, രാജ്ഞിയുടെ പേരാണ് തുളസി. ആ രാജാവിന്റെ ഇനത്തിലുള്ള കറ്റാർവാഴയുടെ ഏറ്റവും ടോപ്പ് കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ ബാർബഡൻസിസ് എന്നാണ് അതിന്റെ പേര്. ആ ബാർബഡൻസിസ് എന്ന് പറയുന്ന ഇനത്തിലുള്ള കറ്റാർവാഴയിൽ നിന്നിട്ടാണ് നമ്മുടെ കറ്റാർവാഴയുടെ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അലോവേരയുടെ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. അലോവേരയുടെ ജ്യൂസ്, അതോടൊപ്പം തന്നെ കേസർ, കുങ്കുമപ്പൂ ചേർത്തിട്ടുള്ള വേറെ ഒരു ടൈപ്പ് ഉണ്ട്. രണ്ടും ഏകദേശം ഒരല്പ വ്യത്യാസമുള്ളൂ, എന്നാലും രണ്ടും ഒറ്റ ഫാമിലി തന്നെയാണ്. എന്താണ് ഇതിനുള്ളൊരു പ്രത്യേകത? ഉടൽ നന്നായാൽ ഉടൽ നന്നാവും. ജനിച്ച കാലം മുതൽ കേട്ടോണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് കുടൽ നന്നായാൽ ഉടൽ നന്നാവും? എന്താണ് ഇവിടുത്തെ പ്രത്യേകത? പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വാക്കാണ്. നമ്മുടെ കുടലിൽ നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ച് പകുതി സ്റ്റൊമക്കിൽ വെച്ച് ദഹിച്ച്
സ്മാൾ ഇൻഡസ്ട്രൈൻ 6 മീറ്റർ നീളമുണ്ട്. 1.5 മീറ്റർ ആണ് ലാർജ് ഇൻഡസ്ട്രൈൻ. ഈ 6 മീറ്ററിലൂടെ കടന്ന് ചെല്ലുന്ന സമയത്താണ് അതിലുള്ള ന്യൂട്രിയന്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കൂടെയുള്ള കടന്നു കയറ്റം, അതിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. ഞങ്ങള് ഈ നെല്ല് വിളയ്ക്കുന്ന പാടം കണ്ടിട്ടുണ്ട്. ഞാറ് പരുവം വരുമ്പോ കാറ്റടിക്കും. അവിടെ കാറ്റടിക്കുമ്പോ എന്ത് പറ്റും? ആ ഞാറിന് നോക്കിയാൽ ഇങ്ങനെ ഒരു ഓളം അടിക്കുന്ന പോലെ ഇരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഈ കുടലിന്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഇൻഡസ്ട്രിയുടെ ഇൻസൈഡിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന്. ആ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് അവിടെ നടക്കണമെങ്കിൽ, ആ ഫ്ലെക്സിബിലിറ്റി അവിടെ നടക്കണമെങ്കിൽ, ആ ഒരു ഇഴുക്കൽ അവിടെ നടക്കണമെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ പ്രോബയോട്ടിക്സ് ഉണ്ടാവണം. ആ പ്രോബയോട്ടിക്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ അലോവേര ജ്യൂസ്. അലോവേര ജ്യൂസ് ഉണ്ടെങ്കിൽ ആ ദഹനത്തിന്റെ പ്രക്രിയ, ആ അബ്സോർപ്ഷൻ, അതുപോലെ ആ വെളിയിലേക്കുള്ള പുറന്തള്ളൽ, അത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തള്ളിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? അലോവേര ജ്യൂസ്. ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ്? ജിഞ്ചർ. രണ്ടാമത്തത് ഗീത് കുമാരി. പഞ്ചാബിൽ പറയുന്നത് കറ്റാർ വാഴയ്ക്ക് ഗീത് കുമാരി എന്നാണ്, ഹിന്ദിയിലൊക്കെ പറയുന്നത്. പിന്നെന്താണ്? തുളസിയുണ്ട്, നെല്ലിക്കയുണ്ട്, സ്റ്റേവിയ, മധുര തുളസി. ഇത്രയും എന്നാ ടേസ്റ്റ് ആണെന്ന് കഴിക്കാൻ ഈ അലോവേര ജ്യൂസ്. അപ്പൊ ഈ അലോവേര ജ്യൂസും ഇതും കൂടെ സമം 30 ml വീതം എടുത്ത് ഗോമൂത്ര കഴിച്ച് ഒരു 1/4 മണിക്കൂറിന് ശേഷം ഇതും കൂടെ അങ്ങോട്ട് കഴിച്ചേക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ആരോഗ്യ സമ്പന്ന ആ ദീർഘായുസ് ജീവിതത്തിന്റെ അടിത്തറ നമ്മള് ആ സ്റ്റോൺ അത് അവിടെ പൂർത്തീകരിക്കുന്നു. ഇനി അതിനുശേഷമുള്ള മേലോട്ടുള്ള നിലകൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള 3-4 പ്രൊഡക്റ്റ് കൂടെ പറയാം. അപ്പോ എന്താണ് ഇവിടെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്? 200 ന്യൂട്രിയന്റുകൾ അടങ്ങിയിട്ടുണ്ട്, 20 എസൻഷ്യൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്, 12 വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, എൻസൈംസ്. ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഹെൽത്തിന്റെ ആ പ്രോബ്ലം അങ്ങോട്ട് മാറാൻ തുടങ്ങും. അതായത് ഡിസീസ് ഫ്രീ, ഇൻഫെക്ഷൻ ഫ്രീ ലൈഫ് നമുക്ക് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം, ഡിസീസ് ഫ്രീ, ഇൻഫെക്ഷൻ ഫ്രീ ലൈഫ് നമുക്ക് കിട്ടും. എന്ത് ചെയ്താൽ മതി? കുട്ടികൾക്കാണെങ്കിൽ 1 സ്പൂണ് രാവിലെ വൈകിട്ടും, ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തിന് ശേഷവും. 3 വയസ്സ് മുതൽ മേലോട്ടുള്ള കുട്ടികൾക്ക് 1 സ്പൂൺ ഭക്ഷണത്തിന് ശേഷം, മുമ്പോ, രാവിലെ വൈകിട്ടും. ക്ലിയർ? നമുക്ക് അഡൾട്ട്സിന് 30 ml 200, അതായത് 30 ml എടുത്തിട്ട് ഹിമാലയൻ മറി എടുത്ത് ഒരു 200 ml വെള്ളം ഒഴിച്ച് നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം. വൈകിട്ട് കഴിക്കേണ്ടത് ഡിന്നർ കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ 7:30 ഡിന്നർ കഴിഞ്ഞ് എനിക്കൊരു 9:30-10 മണിക്ക് കഴിക്കാം. ഏകദേശം എംപ്റ്റി സ്റ്റൊമക്ക് ആകാൻ ആരംഭിക്കും. ഇതിന് രണ്ടിനും കൂടെ രൂപ എത്ര മതി? ഏറിയാൽ ഒരു 40 രൂപ, അത്രേ ഇതിന് വരുന്നുള്ളൂ. നിങ്ങൾ തുടക്കത്തിൽ 30 ml എടുക്കാൻ ഒത്തില്ലെങ്കിൽ ഒരു 20 ml വീതമെങ്കിലും രണ്ടും ഉപയോഗിക്കാം. ഇതുപോലെ തന്നെയാണ് അലോവേര കേസർ ഉള്ളത്. ആ കേസറിനുള്ള ഒരു പ്രത്യേകത എന്താ? കുറച്ചും കൂടി എനർജറ്റിക് ആവും. എന്തോ 10-20 രൂപയുടെ വ്യത്യാസമുള്ളൂ അലോവേരയുടെ ജ്യൂസ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ആണ്. ഗോമൂത്ര പറഞ്ഞു, ഹിമാലയൻ ബെറി പറഞ്ഞു. ഇനിയുള്ളത് കാൽസ്യം കാൽഡി, അലോവേര കാൽഡി. എന്താണ് കാൽഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയിരിക്കുന്നു. ഈ കാൽസ്യവും വൈറ്റമിൻ ഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മള് സൂര്യന്റെ വെട്ടം അതിരാവിലെ അത് നമ്മുടെ സ്കിന്നിനടിച്ചു, സ്കിന്നിന്റെ അടിയിലുള്ള നാഡീ നരമ്പുകളിലൂടെ ഒഴുകുന്ന ബ്ലഡിനകത്ത് കൊളസ്ട്രോളിൽ തട്ടി അവിടെ നിന്ന് ലിവറിലെത്തി. ലിവറാണ് വൈറ്റമിൻ D3 ഉണ്ടാക്കുന്നത്. ലിവർ ഉണ്ടാക്കി എന്ത് ചെയ്യും? നേരെ ഗോൾ ബ്ലാഡറിന് കൊടുത്തു, അതുവഴി ആന്തരിക അവയവങ്ങളിലേക്ക് എത്തി. എത്ര പേര് പ്രിയപ്പെട്ടവരെ ഈ 7-7:30 മണിയുടെ വെയിൽ കൊള്ളുന്നവരുണ്ട്? അപ്പോൾ നമുക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആ സൂര്യന്റെ വെട്ടം അത് എന്തിലാക്കിയിട്ടുണ്ട്? ക്യാപ്സൂള് പരുവത്തിൽ, ടാബ്ലറ്റ് പരുവത്തിൽ, ബോട്ടിലാക്കി തന്നിരിക്കണം IFC. നമുക്ക് വളരെ കോമ്പാക്ട് ആയിട്ട് തന്നിരിക്കുന്നു. നമ്മൾ ഇത് കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചാൽ അതോടൊപ്പം നമുക്ക് എന്തും കൂടെ കിട്ടും? വൈറ്റമിൻ D3 കൂടെ കിട്ടും.
വൈറ്റമിൻ D3 കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ധാരാളം രോഗങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇതിലൂടെയുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇത് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാം. ഇതിനകത്ത് കറ്റാർവാഴയുണ്ട്. അതോടൊപ്പം തന്നെ കോഴിമുട്ടയുടെ തോടിന്റെ ഭസ്മം, അത് കാച്ചിയെടുത്തിട്ടുള്ള, പഴുപ്പിച്ച് ഉരുക്കി അതിനകത്തുനിന്നുള്ള ഭസ്മുണ്ട്. പിന്നെന്താണ്? പവിഴപ്പുറ്റ്. അതുകൂടാതെ മുത്തുകള്, കടലിന്റെ ആഴയുള്ള മുത്തുകള്, ഇതിനകത്ത് നിന്നൊക്കെ വളരെ അമൂല്യമായിട്ടുള്ള ശേഖരമാണ് ഈ കാൽസ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം വൈറ്റമിൻ D3 ഉണ്ട്. ഇനി ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ദിവസവും 1% എന്ത് വേണം? നമുക്ക് കാൽസ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് വേണം. എന്തിനാണ്? ബ്ലഡ് റെഗുലേറ്റ് ചെയ്യാൻ, പമ്പ് ചെയ്യാൻ വേണ്ടി, ഹൃദയം അടിക്കാൻ. അത് കിട്ടാതെ വന്ന് എന്ത് ചെയ്യും? നമ്മുടെ ഫോണിൽ നിന്ന് പല്ലിൽ നിന്നൊക്കെ ലോൺ എടുക്കും. അങ്ങനെ ലോൺ എടുത്ത ആൾക്കാരാണ് എവിടെ മുട്ടുവേദന, ഡിസ്ക് വേദന, നടുവേദന അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആർത്രൈറ്റിസ്, ജോയിന്റ് വേദന. നല്ല സമയത്ത് ഇതൊക്കെ കഴിച്ചു തുടങ്ങണം. നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അന്ന് മുതൽ ആരംഭിക്കണം. ഒരു ദിവസം സ്ത്രീകൾ 2 മസ്റ്റ്. എന്താ കാര്യം? അവർക്ക് മാസമുറ അങ്ങനെയുള്ള സംഭവം ഉള്ളത് കൊണ്ട് ഇതിന്റെ ഡ്രെയിനേജ് സംഭവിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യണം? ടോളറേറ്റ് ചെയ്യണമെങ്കിൽ അവർ ദിവസം 2 കഴിക്കണം. പുരുഷന്മാർ 1 കഴിക്കണം. അറിയാതെ പോകരുത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 4-5 ലക്ഷം രൂപ മുടക്കി മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാവും. പല്ലെല്ലാം പോകും. ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആവും. അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കി മാറ്റിയേക്കുക. പിന്നെന്താണ്? ബോണിന്റെ സ്ട്രെങ്ത്, മസിലും നെർവും അതിന്റെ ഫങ്ഷനിങ് നടക്കണം. ബ്ലഡ് റെഗുലേറ്റ് ചെയ്യണം. കൊളസ്ട്രോൾ ലെവലാകുക. അതുപോലെ മെമ്മറി, ഇമ്മ്യൂണിറ്റി, അതോടൊപ്പം തന്നെ ഡയബറ്റിക്കിന്റെ മാനേജ്മെന്റ്, ഷുഗർ, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ കാൽസ്യം ടാബ്ലറ്റ് ഏറ്റവും പ്രധാനമാണ്. ഇത് ഒരു ദിവസത്തേക്കാകെ 10 രൂപ ചെലവ് വരുള്ളൂ. ഇനി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, സ്പൈറുലിന. അവസാനം പറയാനുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബ്രേസ്ലെറ്റ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൊക്കെ ഈ സ്പൈറലിനെ കുറിച്ച് കാര്യമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള സമയം ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് ഇത്തവണ ഒരല്പം വിശദീകരിച്ച് പറയാം. എന്താണ് സ്പൈറലിന? സ്പൈറലിനയുടെ ഇൻഗ്രീഡിയന്റ് പറയുമ്പോ അതിനകത്ത് 22 അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അയൺ, മഗ്നീഷ്യം, കോപ്പർ, കാൽസ്യം, വൈറ്റമിൻ, അലോവേര, നേരത്തെ പറഞ്ഞ പോലെ മുത്ത്, പവിഴം, ഇതുകൂടാതെ നീർമരുത്, ഇത്രയുമാണ്. പിന്നെ ഇത് കൂടാതെ ഏറ്റവും പ്രധാനമാണ് സ്പൈറലിന പൗഡർ. എവിടെ നിന്നാണ് ഈ സ്പൈറലിന പൗഡർ? ശുദ്ധജലാശയത്തിലുള്ള കടലിന്റെ അടിത്തട്ടിൽ മാത്രം കാണുന്ന ഒരു സൈസ് അളുകകളാണ്, പായലാണത്. ആ പായലിനകത്ത് ഈ സാധനം എല്ലാം ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോ അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറു വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 50 മുട്ട, 50 മുട്ട, അതുപോലെ 5 ലിറ്റർ പാല്, 500 ഗ്രാം ആപ്പിള്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും ബീറ്റാ കരോട്ടിനും നമ്മുടെ ഈ സ്പൈറലിനിൽ അടങ്ങിയിട്ടുണ്ട്. 20 പച്ചമുളകും 16 മത്തി, അതിലുള്ള B1 വൈറ്റമിൻ B1 ഉണ്ട് അതിനകത്ത്. 1/2 കിലോഗ്രാം മുന്തിരി, 50 സ്ട്രോബെറി, ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B2 ഉണ്ട് സ്പൈറലിനയിൽ. സാധാരണ ഒരു മുട്ടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും 6 ഇരട്ടി കാൽസ്യം ഉണ്ട് ഇതിനകത്ത്. പ്രോട്ടീൻ ഉണ്ട്. പാലിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 14 ഇരട്ടി കാൽസ്യം ഉണ്ട്. 8 നാരങ്ങ എടുത്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ
T3 ഉണ്ട്. പഴത്തിൽ നിന്ന് ലഭിക്കുന്നതിന്റെ 4 ഇരട്ടി പൊട്ടാസ്യം ഉണ്ട്. പാലക്ക് ചീരയിൽ നിന്ന് എടുക്കുന്നതിന്റെ 8 ഇരട്ടി അയൺ ഉണ്ട്. ക്യാരറ്റിൽ നിന്ന് ലഭിക്കുന്നതിന്റെ 10 ഇരട്ടി കരാട്ടിനും ഉണ്ട്. നിസ്സാര സംഭവമല്ല ഇത്. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ IMCയുടെ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു, റെക്കഗ്നേഷൻ ക്ലാസ്സിൽ ലേഡീസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. ലേഡീസിന്റെ ഉച്ച ചങ്ങാതിയാണ് എന്ന് പറഞ്ഞ പുരുഷന്മാർ കഴിക്കേണ്ടെന്നല്ല, എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് സ്പൈറലീന. ഇത് ചെന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം ഗുണങ്ങളാണുള്ളത്. നമ്മളൊരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാ ഭക്ഷണവും നമുക്ക് എല്ലാ ദിവസവും കിട്ടിയെന്ന് വരില്ല. മറിച്ച് നമ്മളൊരു സ്പൈറലീന ദിവസവും കഴിക്കുന്ന ഒരാളെ ആണെങ്കിലോ ആ ന്യൂട്രീഷണൽ ഗ്യാപ്പ് അവിടെ ഫില്ലാകും, ആ പോരായ്മ അവിടെ പരിഹരിക്കും. എന്തൊക്കെയാണ്? നറിഷ് അവർ ബോഡി, ഫൈറ്റ് എഗെയിൻസ്റ്റ് അനീമിയ, വിളർച്ച പോഷകാഹാര കുറവിനെ അതിനെ ഫില്ല് ചെയ്യും. ഇൻക്രീസ് ഐ വിഷൻ, കണ്ണിന്റെ കാഴ്ചയെ കൂട്ടും. പ്രൊട്ടക്ട് ബോഡി സെൽസ് ഫ്രം ഡാമേജ്, മറ്റു കാരണങ്ങൾ കൊണ്ട് ഡാമേജ് ആയി പോവില്ല നമ്മുടെ സെല്ലുകളൊക്കെ. ബ്ലഡിന്റെ പ്രഷറിനെ ബാലൻസ് ചെയ്യും. ഇതെല്ലാം വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫൈറ്റ് എഗെയിൻസ്റ്റ് അനീമിയ, പോഷകാഹാരക്കുറവ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അതിനാണ് ഞാൻ കഴിഞ്ഞ IMCയുടെ റെക്കഗ്നേഷൻ പ്രോഗ്രാമിൽ പറഞ്ഞത്. വീട്ടിൽ മാതാപിതാക്കളുണ്ട്, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഉണ്ട്. ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കുന്ന ആളാരാണ്? അമ്മയായിരിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല, മിക്കവാറും അമ്മയായിരിക്കും. ഈ അമ്മയ്ക്ക് ഉണ്ടോ ഇല്ലയോ ഒന്ന് ആരറിഞ്ഞ്? മിക്ക ദിവസവും അവര് പട്ടിണിയിലായിരിക്കും കിടക്കണത്. അങ്ങനെ കുറെ നാള് വരുമ്പോ എന്ത് സംഭവിക്കും? അവർക്ക് ധാരാളം അനീമിയ ബാധിക്കും, വിളർച്ച വരും, പോഷകങ്ങൾ കിട്ടൂല. അപ്പൊ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ പ്രോഗ്രാമും. നിങ്ങൾ എല്ലാവരും സ്പൈറലീന എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ബോഡിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും. ആ ആരോഗ്യമുള്ള ശരീരത്തിൽ നമുക്ക് ജീവിതത്തിൽ പലതുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ലേഡീസിന്റെ ഫ്രഷ്, ഇതുകൂടാതെ നാസയിൽ പോകുന്ന സയന്റിസ്റ്റുമാര് അവര് നമ്മുടെ പുട്ടുംപഴ ദോശക്കാണ് കഴിക്കുന്നത്, ഒന്നുമല്ല. അവര് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കുന്ന സൂപ്പർ ഫുഡാണ് സ്പൈറലീന. ദിവസം ഒരെണ്ണം രാവിലെയും ഒരെണ്ണം വൈകിട്ട് കിടക്കാൻ നേരത്ത് പാലുണ്ടെങ്കിൽ പാലും കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ വെള്ളമായിട്ടും കഴിച്ചേക്കുക. വേറെ 9 രൂപയെ വരുള്ളൂ പ്രിയപ്പെട്ടവരെ, വേറെ 9 രൂപ സ്പൈറലീനയ്ക്ക്. ആലോചിച്ച് നോക്കിയേ, എന്ത് മനോഹരമായ ജീവിതം. 5 രൂപയും 10 രൂപയും 8 രൂപയും 30 രൂപയും 17 രൂപയും 9 രൂപയൊക്കെ ഉള്ള ചെലവ് വരുന്നുള്ളൂ ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യില് ആ സ്പൈറലീനയുടെ ബോട്ടിൽ ഇട്ടേക്കുക, അത് ഒരെണ്ണം കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉണർവുള്ളവരായിരിക്കും. എന്താണ് കാരണം? ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പോരായ്മ പരിഹരിക്കാൻ എവിടെയെല്ലാം ഗ്യാപ്പ് ഉണ്ട് അതെല്ലാം ഫില്ല് ചെയ്തു. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ദീപക് ചോപ്ര ആയുസ് നമുക്ക് ദീർഘിപ്പിച്ച് കിട്ടാൻ, ആ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാൻ, ആ യുവത്വം നിലനിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം നമുക്ക് IMCയിലൂടെ ലഭിക്കും. ഇത് നമുക്ക് IMCന്ന് ലഭിച്ചത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഉന്നതാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് വരുന്ന എല്ലാ കൺസൾട്ടന്റുമാർക്കും കമ്പനി 2500 രൂപയുടെ ഉൽപ്പന്നം എടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. ആ പ്രൊഡക്റ്റിന്റെ പേരാണെന്ത്? ബ്രേസ്ലെറ്റ്. വളരെ മനോഹരം. ഈ പ്രൊഡക്റ്റ് കയ്യിൽ വന്നതിന് ശേഷം ബിസിനസിന് തന്നെ ആകെ മാറ്റം, മനസ്സിന് നല്ല മാറ്റം, നല്ല മാറ്റം. ഇതിന്റെ പേരെന്താണ്? ബയോ എനർജി മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്, ഗോൾഡ് പ്ലേറ്റഡ്. ഒരു 10 പവന്റെ ആഭരണം ധരിച്ച ലുക്കാണ് ഇതിന് കിട്ടുന്നത്. ഞാൻ ഇത് ഇട്ടുകൊണ്ട് 2 മീറ്റിങ്ങിന് പോയി. എനിക്കുണ്ടായ നിറവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്ലാസ്സിന് പറ്റൂല. ഇതൊക്കെ നേരിട്ട് കാണി പ്രകടമാക്കേണ്ടതാണ്.
ഈ സാധനം നമ്മുടെ IMC-യുടെ റെക്കഗ്നേഷൻ പ്രോഗ്രാമിൽ വെച്ചാണ് കിട്ടിയത്. അന്ന് രാത്രി തന്നെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? അത് കയ്യിൽ അണിഞ്ഞു. അപ്പൊ ഒരല്പം ലൂസ് ഉണ്ടായിരുന്നു. 2 കണ്ണി എടുത്തു, കറക്റ്റായിട്ട് അങ്ങ് ഇട്ടു. എന്ത് ചന്തമെന്ന് നോക്കിക്കേ, എന്ത് മനോഹരം നോക്കിക്കേ. ഇത് ഇട്ട് ഈ ടീഷർട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ഒരു 25 വയസ്സങ്ങോട്ട് കുറഞ്ഞ ഫീലിംഗാണ് ഉള്ളിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ ഉണ്ടാവും. ഇതിന്റെ സയൻസ് ആണ് ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചാൽ, ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട് ഇതിന് എന്ന് പറഞ്ഞാൽ തുരുമ്പൊന്നും പിടിക്കില്ല. രണ്ടാമത്തെ, ഇതിനകത്ത് ടൈറ്റാനിയം ഉപയോഗിച്ചിട്ടുണ്ട്, അതൊരു ലോഹമാണത്. മൂന്നാമത്തത് നിയോഡൈമിയം മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലുപരി ഇതിനെ ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരാൾ നോക്കും കേട്ടോ, നന്നായിട്ട് നോക്കും, അത്ര മനോഹരമാണത്. അപ്പൊ ഈ സാധനം വന്നിട്ടുണ്ട് എല്ലാവർക്കും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മൾ ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ 2500 ബിസിനസ് വോളിയത്തിന്റെ ഉൽപ്പന്നം ഒറ്റ ബില്ലിൽ എടുത്താൽ നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് ലഭിക്കും. ഇത് അതുകൂടാതെ മറ്റു ആനുകൂല്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞ് സമയം കളയണില്ല. ഇനി ഇതിന്റെ ബെനിഫിറ്റിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്? ബൂസ്റ്റ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സെക്ഷുവൽ കോമ്പിറ്റൻസി ആൻഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും, അതിലുപരി ഒരു 40-50 വയസ്സൊക്കെ കഴിയുമ്പോണ്ടല്ല, വളരെ പരിതാപകരമാണ്. സ്ത്രീകളും ചില പുരുഷന്മാരും അവരുടെ എല്ലാം കഴിഞ്ഞു, അവർക്ക് ഒരു നേരിട്ട് കണ്ട ഒരു താല്പര്യവും ഇല്ല, ഏതാണ്ട് ജീവിതം തന്നെ തീർന്ന അവസ്ഥയാണ്. ഇതിനിടയ്ക്ക് മകനോ മകളോ ആരെങ്കിലും ഉണ്ട്, അവരൊന്ന് കല്യാണം കഴിച്ചു കൊടുത്തു, അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ആരാണ്? ഇവർ രണ്ടുപേരും അപ്പൂപ്പനും അമ്മൂമ്മയും. പ്രിയപ്പെട്ടവരുടെ ജീവിതം കഴിഞ്ഞിട്ടില്ല. വയസ്സ് 130 വരെ ജീവിക്കാം. 70 എന്ന് പറഞ്ഞാൽ അത് യുവത്വമാണത്. ആ ഒരു സ്കെയിലിൽ വെച്ച് നോക്കി കണ്ടാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇനി ആസ്വദിക്കാനിരിക്കുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോക പ്രശസ്തനായിട്ടുള്ള വാറൻ ബഫറ്റ്, ബിൽ ഗേറ്റ്, നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ MA യൂസഫ് അലി, ഇവരെയൊക്കെ ഞാൻ അറിയണത് എന്റെ 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അതുപോലെ അവരൊക്കെ ആ ലെവലിലേക്ക് എത്തിയതും അവരുടെ 60 കഴിഞ്ഞപ്പോഴാണ്. ശരിയാണോ അല്ലയോ? എനിക്ക് തോന്നുന്നത് 60 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ജീവിതാനുഭവത്തിലൂടെ വന്ന ജീവിതം ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ 60 ആകുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കണം? എല്ലാം നഷ്ടപ്പെട്ട് പരിപാടിയും കഴിഞ്ഞ് പോയി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബ്രേസ്ലെറ്റ് ഇട്ടാൽ എന്തെല്ലാം കിട്ടുമെന്നാ പറഞ്ഞത്? മെന്റൽ ഇമ്മ്യൂണിറ്റി ലഭിക്കും, ഫിസിക്കൽ ഇമ്മ്യൂണിറ്റി ലഭിക്കും, സെക്ഷുവൽ ഇമ്മ്യൂണിറ്റി. ഇതേപോലെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇംപ്രൂവിങ് അവർ മെറ്റാബോളിസം. നമ്മുടെ മെറ്റാബോളിസത്തിന്റെ ആ ഹെൽത്തിലൂടെയാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. അത് കിട്ടാനാണ് എന്ത് സാധനം? ഈ സാധനം ഇടുന്നത്. ഇതിനകത്തൊരു മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട്. ഈ തെറാപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്, ഒരു ആവേശമാണ് ഉണ്ടാക്കി തരുന്നത്, ഒരു നിറവാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതിലൂടെ എന്തൊക്കെ ലഭിക്കും നമുക്ക്? നമ്മുടെ സ്ട്രെസ് എല്ലാം പോകും, നമ്മുടെ മെമ്മറിയുടെ ഇഷ്യൂ പലതും മറന്നു പോകണം. എന്ത് അവിടെ വെച്ചാൽ അത് വിട്ടുപോയി, ഇതെടുത്താൽ അത് വിട്ടുപോയി, അതെല്ലാം മാറ്റി തരും. ഏറ്റവും വലുതാണ് ഫാറ്റീഗ്. എന്താണ്? ഇടിഞ്ഞു പൊടിഞ്ഞു വീഴുന്ന അവസ്ഥ. വൈകുന്നേരം ആകുമ്പോ തളർന്നൊടിഞ്ഞു പോവുകയാണ്, ഒരു ഉണർവുമില്ല, ഒരു ഉന്മേഷമില്ല. ആ അവസ്ഥ മാറ്റിക്കിട്ടും. പിന്നെന്താണ്? റിക്കവറി വേരിയസ് ഡിസീസസ്. ഈ ഇൻഫ്ലമേഷൻ, ബോഡിയിലുള്ള നീർക്കെട്ട്, അതുപോലെയുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകളെ ഉണ്ടാക്കുന്ന പല പല പ്രശ്നങ്ങളും ഈ സാധനം ഇട്ട് കഴിയുമ്പോൾ പതിയെ പതിയെ അങ്ങ് മാറും. കമ്പനി അറിഞ്ഞോട്ട് തന്നെയാണ് കേട്ടാ നമുക്ക് ഈ സാധനം തന്നിരിക്കുന്നത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഭയങ്കര പവറാണ് ഈ സാധനം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വാക്ക് കേട്ടു, നമ്മുടെ അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ സാറിന്റെ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് മരുന്നുകൾ കഴിച്ചു BP മാറാൻ വേണ്ടി.
ഒരു മാറ്റവും ഇല്ല. അവസാനം IMC-യുടെ ഈ സാധനം അണിഞ്ഞു, അതോടൊപ്പം കുറച്ച് പ്രൊഡക്റ്റും കൂടെ കഴിച്ചു. അവര് വർഷങ്ങളായിട്ട് അവരുടെ ആ ഹൈ BP-യുടെ പ്രശ്നം സോൾവ് ആയി. അദ്ദേഹം എറണാകുളത്തെ പ്രോഗ്രാമിൽ പ്രസന്റ് ചെയ്താണത്. ഇതിന്റെ ടെക്നോളജി എന്താന്ന് ചോദിച്ചാൽ, ഇതിനൊരു എന്താണ് ആനിയൻ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട് ഇതിനകത്ത്. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ മൂന്നാർ അല്ലെങ്കിൽ അതുപോലുള്ള സുഖവാസ കേന്ദ്ര വാൽപ്പാറ അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോ, വനപ്രദേശത്ത് ചെല്ലുമ്പോ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഉണ്ടാവും. നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് എവിടെ ഉണ്ട്? കടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാലും ഉണ്ടാവും. ആരും കൊണ്ട് തന്നെതാണ്, ആ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, സൂര്യനിൽ നിന്ന് വരുന്ന വൈറ്റമിൻ D3 ക്യാപ്സൂളിലാക്കി കമ്പനി നമുക്ക് തന്നിരിക്കുന്നു. ഇതേപോലെയാണ് ആ കടപ്പുറത്തുള്ള ആ കാടുകളിലുള്ള ആ ഒരു അന്തരീക്ഷത്തിനെ ക്യാപ്സൂളിലാക്കി എവിടെ തന്നിരിക്കുന്നു? ബ്രേസ്ലെറ്റിന്റെ രൂപത്തിൽ കയ്യിൽ തന്നിരിക്കുന്നു. ആ ഒരു സുഖ അനുഭൂതി, ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ധരിച്ചാൽ നമുക്ക് ലഭിക്കും. ഇനി ഈ സാന്ദർഭികമായിട്ട് ഈ സമയത്ത് പറയുന്നു, BP കൂടുതലുള്ളവർക്ക് ഈ ബ്രേസ്ലെറ്റ് ധരിക്കുക ഒന്ന്. രണ്ടാമത്തത് അലോമുക്ത, നമ്മുടെ IMC-യുടെ ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് അലോമുക്ത ടാബ്ലറ്റ്. രാവിലെ വൈകിട്ട് ഒരെണ്ണം കഴിക്കുക. അടുത്തത് അർജുനാരിഷ്ട 30 ml ഒരു നേരം കഴിച്ചാൽ മതി രാവിലെ. അടുത്ത പ്രൊഡക്റ്റ് ആണ് ട്രൂ ഹെൽത്ത്. വളരെ മാജിക്കൽ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ട്രൂ ഹെൽത്ത്. എന്താണ് അതിനുള്ള പ്രത്യേകത? കരിഞ്ജീരകത്തിന്റെ എണ്ണ, ഇഞ്ചിയുടെ എണ്ണ, വെളുത്തുള്ളി എണ്ണ, ഇങ്ങനെ 3 ഓയില് ചേർന്നിട്ടുള്ളതാണ് ഈ ട്രൂ ഹെൽത്ത്. ഇതങ്ങ് കഴിച്ചാലുണ്ടല്ലോ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതിന്റെ സയൻസ്, നമ്മുടെ നാഡീ നരമ്പുകളിലൂടെ ഒഴുകുന്ന ബ്ലഡ്, എന്ത് സാധനവും ഒരു പ്രതലത്തിലൂടെ ഒഴുകിയാൽ അവിടെ ഒരു സ്കോറിങ് വീഴും, ഒരു വര വീഴും. വെള്ളം പോയാലും വര വീഴും, ഓയില് പോയാലും വര വീഴും. എന്ത് സാധനം ഒരു മീഡിയത്തിലൂടെ ഒഴുകിയാൽ അവിടെ ഒരു വര വീഴും, ഒരു ഇഴുക്കലുണ്ടാവും. ആ വര വീഴുന്ന രോഗത്തിന്റെ പേരാണ് അത്രോസിറോസിസ്. പക്ഷെ ഈ കരിഞ്ജീരകത്തിന്റെ ഓയിലും ജിഞ്ചറിന്റെ ഓയിലും ഗാർലിക്കിന്റെ ഓയിലും കൂടി ദിവസവും നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? രാവിലെ വൈകിട്ടും കഴിച്ചാൽ ആ അത്രോസിറോസിസ് എന്നുള്ള സംഭവം അവിടെ ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ ആ ബ്ലഡിന്റെ ഫ്ലോയ്ക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടും. ആ സ്മൂത്ത്നെസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഹൃദയത്തിന്റെ പമ്പിങ് സ്ലോ ആയി, BP കുറഞ്ഞു. ഇതാണ് ഇതിന്റെ സയൻസ്. ബ്ലഡ് അതിന്റെ തിക്നെസ് കുറഞ്ഞു. തിക്നെസ് ആരാ കുറച്ചത്? നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി. അതേപോലെ ആ വര പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തു. നല്ല ആ ഒഴുക്കിന് നല്ല ഫ്ലോ ലഭിച്ചു. അപ്പോ സാന്ദർഭികമായിട്ട് BP-യുടെ ഒരു റിസൾട്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ബെനിഫിറ്റ് അത് നമ്മൾ വിശദീകരിച്ചു. കാണാൻ നല്ല മനോഹാരിത. അത് ഇത് മീറ്റിങ്ങിന് പോകുമ്പോൾ, പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കണം. 2500 ബിസിനസ്, പുതിയ ആൾക്കാരോട് പറയേണ്ടത് 2500 ബിസിനസ് വോളിയം. ഞാൻ 2 മീറ്റിങ്ങിന് പോയി. 2 മീറ്റിങ്ങിന് പോയിട്ട് ആ 2 മീറ്റിങ്ങിലും 6 പേരും ഇതുണ്ടായി. അതിൽ 5 പേരും 2500 ബിസിനസ് വോളിയം എടുത്തുകൊണ്ട് IMC-യിലേക്ക് ജോയിൻ ചെയ്തു. ഈ ഒരൊറ്റ ബ്രേസ്ലെറ്റിലൂടെ. ഇത് കിട്ടും, ഇത് കിട്ടും. ചെയ്തു പോരി. 1000 രൂപയുടെ 2000 രൂപയുടെ ഒക്കെ എടുക്കാനിരുന്ന ആൾക്കാരാണത്. അപ്പൊ നമ്മൾ അത് ഇട്ടോണ്ട് പോകണം. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞുതരാം. അവസരം പറയണം. അവർ IMC-യിലേക്ക് വരും, അവർ ഈഗിൾ അച്ചീവർ ആകും. കമ്പനി വെറുതെ അല്ല ഇതൊക്കെ തരുന്നിരിക്കുന്നത്, നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. അത് ഞാൻ അറിഞ്ഞ് അനുഭവിച്ചത് കൊണ്ടാണ് ഇന്ന് വിനോദ് സാറിനോട് പ്രത്യേകം പെർമിഷൻ മേടിച്ചുകൊണ്ടാണ് ഇത്തിരി സമയം കൂട്ടി ഞാൻ ഇത് ഇത്ര വിശദീകരിച്ച് പറയുന്നത്. വന്നൊരു മുന്നേറ്റം ഈ കേരളക്കരയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരൊറ്റ പ്രോഡക്റ്റ് വഴി. എന്റെ വാക്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ
ഒരു ഡ്രീം റീകോൾ എൻഹാൻസർ ആണ്. വാക്ക് എഴുതിയിട്ടോ, ഡ്രീം റീകോൾ എൻഹാൻസർ. നഷ്ടപ്പെട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഇനി ജീവിതമില്ല അങ്ങനെ ഇരുന്ന നമുക്ക് ആ ഡ്രീമിനെ തിരിച്ചെടുക്കാൻ, അതിനെ വേഗത്തിൽ കൊണ്ടുവന്ന് നടപ്പിൽ വരുത്താനുള്ള ഒരു എൻഹാൻസർ ആണ് എന്ത്? നമ്മുടെ ബ്രേസ്ലെറ്റ്. യൂസ് ചെയ്യേണ്ട രീതി. രാവിലെ വൈകിട്ടും എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം. കിടന്നോടോ ഉറക്കത്തിലും ആവാം. കുളിക്കണ സമയത്ത് ഊരി വെക്കുക. എണ്ണയും കുഴമ്പും അങ്ങനത്തെ ഒന്നും ഇടരുത്. എപ്പോ നനയ്ക്കുന്നു അപ്പോൾ ഇത് ഉണക്കി വൃത്തിയാക്കണം. കാരണം ഇതിൽ ജലാംശം പാടില്ല. രാത്രി ഉറങ്ങുമ്പോൾ കെട്ടുന്നുള്ളവര് ഒരു കാരണവശാൽ ഇത് ടൈറ്റ് ആകരുത്. ടൈറ്റ് ആയാൽ ഉറക്കത്തിൽ അസ്വസ്ഥതയുണ്ടാകും. നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഒരല്പം വലുതാകും, ടൈറ്റ് ആകും. അതുകൊണ്ട് കയ്യിൽ ടൈറ്റ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം? ഉറക്കി വെക്കും. ഒരല്പം ലൂസ് ഇട്ട്, ഒരല്പം. അത് പറഞ്ഞുതരാം. ഗർഭിണികളും ശരീരത്തിൽ പേസ് മേക്കറൊക്കെ വെച്ചിട്ടുള്ളവര് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി ഈ സ്ഥലം, ഇത് ഉപയോഗിക്കേണ്ട സ്ഥലം, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്ത്, നമ്മുടെ IMC-ന്റെ അസോസിയേറ്റ് ആണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറേ ഇത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നാൽ മതിയോ എന്ന്. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം? ഇത് കയ്യിൽ കെട്ടാനുള്ളതാണ്. കയ്യെ കെട്ടിയാലല്ലേ ഇഫക്റ്റ് കിട്ടുള്ളൂ. അതായത് ഇതിനകത്ത് മറ്റേ ആ മാഗ്നറ്റിക് അയോൺസ് ഉണ്ട്, അത് നമ്മുടെ ദേഹത്ത് മുട്ടണം. അപ്പൊ ഇത് ഇടേണ്ട സ്ഥലം എവിടെയാണ്? കണ്ടല്ലോ, ഇതിന് ഗ്യാപ്പ് ഉണ്ടോ? ഇതിന് വിടവ് പാടില്ല. എന്നാൽ ഇതിനൊരല്പം വിടവ് ആകാം. ക്ലിയർ ആയോ? ചിലരിങ്ങനെ ഇടും, ഇങ്ങനെ തൂങ്ങിക്കിടക്കും. തൂങ്ങിക്കിടന്നാൽ ആ ഭാഗത്തെ പിന്നെ മാഗ്നറ്റ് ദേഹത്ത് മുട്ടോ? ഇല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് നവഗ്രഹ മോതിരമാണ്. 9 കല്ലുണ്ട് ഇതിനകത്ത്. ഇത് നമ്മുടെ ബോഡിയിൽ മുട്ടണം. അപ്പൊ മാത്രമാണ് ഇതിന്റെ ഇഫക്റ്റ് കിട്ടുന്നത്. അതേപോലെ ഇതിനകത്തുള്ള ആ മാഗ്നറ്റ് നമ്മുടെ ബോഡിയിൽ സ്പർശിക്കണം. അപ്പൊ കെട്ടേണ്ട സ്ഥലം റിസ്റ്റാണത്. അത് നിങ്ങൾക്ക് വലത്തെ കയ്യിൽ കെട്ടാം, ഇടത്തെ കയ്യിൽ കെട്ടാം. ഞാനിപ്പോ ആകെ കൺഫ്യൂഷനിലാണ്. എനിക്കൊരു വാച്ച് ഉണ്ട്. എനിക്ക് വാച്ച് ഇപ്പുറത്ത് കെട്ടിയാലേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഈ വലത്തെ സൈഡിൽ മിക്കവർക്ക് സ്ത്രീകളാണ് വാച്ച് കെട്ടുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ തൽക്കാലം ഞാൻ വാച്ചിനെ അങ്ങോട്ട് മാറ്റാൻ പോവുള്ളൂ. മൊബൈലിലുണ്ടല്ലോ വാച്ച്. ഇനി സമയത്തിന് അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണത്. കാരണം ഇത് ഇന്ന് പറയുന്ന അതിന്റെ ആ ഒരു രാജകീയത, ആ ഒരു പ്രൗഢ ഗംഭീരമായ അവതരണം, അതേപോലെ നിങ്ങളുടെ ഗാദറിങ്, അത് ഇനി നാളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 2-3 ദിവസം കഴിഞ്ഞ് സാധനം കിട്ടിയിട്ട് ഇന്നത്തെ ഈ ബുധനാഴ്ച വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു ഇതൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം, അത്ഭുതകരമായ മാറ്റം, അതിശയകരമായ മാറ്റം, ആശ്ചര്യകരമായ മാറ്റം ഈ ഒരു ബ്രേസ്ലെറ്റിലൂടെ ഉണ്ടാകും നിങ്ങൾക്ക്. ഗ്യാരണ്ടി. പക്ഷെ നിങ്ങൾ അതുപോലെ ഉപയോഗിക്കണം. ഇതിന് അഴുക്കായിട്ട് മോശമായിട്ടുള്ള അവസ്ഥയിൽ എപ്പം നനഞ്ഞാലും അത് ഉടനെ തുടച്ചേക്കുക, പോളിഷ് ചെയ്യുക, കയ്യിലിടൂ. നിങ്ങളെ കാണുമ്പോ തന്നെ ഒരു ഗാംഭീര്യത തോന്നിക്കും. ഒപ്പം ഈ ടീഷർട്ടും കൂടെ ഉണ്ടെങ്കിലോ, ഞാനിപ്പോ ഒരു 5-6 മേടിക്കാൻ പോകുന്നു. അടിച്ചൊന്ന് തകർക്കണം. ഈ IMC ചെയ്യേണ്ടത് ബിഗിനിങ് ടൈമിൽ അങ്ങനെ സ്പീഡിൽ അടിക്കണം. സാറ് പറയണം 90 ദിവസം പ്രൊജക്ട് മിഷൻ 90 100 ആ പ്രോജക്റ്റ് അതങ്ങ് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഫ്രീ ആയി. പിന്നെ നമുക്ക് ആ ഹാർഡായിട്ടുള്ള വർക്കിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചേർത്തില്ലെങ്കിൽ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ ധാരാളം ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരിത് ചെയ്തോളൂ. എന്തെങ്കിലും നമ്മൾ ഇത് പ്രസന്റ് ചെയ്ത
ആ പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ അവസരമുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മ്യൂട്ട് ഓൺ ചെയ്തുകൊണ്ട് ചോദിക്കാവുന്നതാണ്.